ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയിൽ വിമർശനവുമായി മുഖ്യമന്ത്രി. LDFന് വിഘടനവാദിയുടെയും വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. വർഗീയവാദികളുടെ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല. 4 വോട്ട് എങ്ങനെ കിട്ടുമോ എന്ന് നോക്കലാണ് UDFന്റെ ആവശ്യം. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു യോഗത്തിലും CH മുഹമ്മദ് കോയ പങ്കെടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ പറഞ്ഞു. ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ നാടിൻ്റെ ബഹുജനങ്ങളുടെ മതനിരപേക്ഷതയുടെ പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളത്. ആ നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF എന്നതാണ് ഞങ്ങൾക്കതിൽ വ്യക്തമാക്കാനുള്ള കാര്യം. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, മുഖ്യമന്ത്രി നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. കാരണം ഇനിയിപ്പോൾ നിലമ്പൂർ വിധിയെഴുത്തിന് 4 ദിവസം മാത്രം ശേഷിക്കെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കളത്തിലിറക്കുകയാണ് ഈ ഇരു മുന്നണികളും. അപ്പോൾ NDAയും ആ രീതിയിൽ തന്നെ മുൻപന്തിയിലുണ്ട് പ്രചാരണ രംഗത്ത്. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ അതിപ്പോൾ രാഷ്ട്രീയ ലോകം ചർച്ചയാക്കുന്നുണ്ട്. നിലമ്പൂരിൽ അതിന്റെ പ്രതികരണങ്ങൾ എന്താണ്? ഈ വിഘടനവാദികൾ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന രീതിയിൽ വളരെ കൃത്യമായി തന്നെ ആർക്കാണ് അത് കൊള്ളേണ്ടത് ആ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി പ്രസംഗം നടത്തുകയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയും UDF തമ്മിലുള്ള കൂട്ടുകെട്ടിനെയൊക്കെ ആ രീതിയിൽ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത് ഏത് ഘട്ടത്തിലാണ്? അപ്പോൾ എന്താണ് നിലവിലെ അവിടുത്തെ പൊളിറ്റിക്കൽ പൾസ്? പ്രജിൻ, മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വഴിക്കടവിലെ പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് എടക്കരയിലാണ്. അങ്ങനെ ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് 3 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് M സ്വരാജിന് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നാളത്തെ 3 പരിപാടികളിലും പങ്കെടുക്കും. അപ്പോൾ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞത് ഈ ഒരു വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്ന അക്കാര്യം തന്നെയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് UDF വാങ്ങുന്നു എന്നുള്ളത് ഒക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. ഇതിന് UDFന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഒക്കെ അതിനൊരു മറുപടി എന്നോണം പറഞ്ഞു എന്നുണ്ടെങ്കിലും ആ നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി. അത്തരത്തിൽ വിഘടനവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്നതിനോടൊപ്പം തന്നെ അത്തരത്തിലൊരു 4 വോട്ടുകൾക്ക് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ LDF ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ്. ഒപ്പം മുസ്ലിം ലീഗിനെ തന്നെയാണ് അദ്ദേഹം ഉന്നം വയ്ക്കുന്നത്. CH മുഹമ്മദ് കോയ ഇതുവരെയും ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ പോലും പങ്കെടുത്തിട്ടുണ്ടാവില്ല. മറ്റെല്ലാ മുസ്ലിം സംഘടനകളുടെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാവും. അത്തരത്തിൽ സമൂഹം മാറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 വോട്ടെങ്കിൽ 4 വോട്ട് അത് പോരട്ടെ എന്നുള്ളതാണ് UDFന്റെ ചിന്ത. അത് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അത് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നുള്ളത് ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ കൂട്ടായിട്ടാണെങ്കിൽ പോലും ആരെ കൂട്ടുപിടിച്ചും വോട്ട് നേടുക എന്നുള്ളതിലേക്ക് UDF അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അത് UDFന്റെ നേതാക്കൾ അതിൽ വിമർശനം ഉന്നയിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരു പ്രധാന പ്രചാരണ ആയുധമാക്കി തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നാളെ പ്രിയങ്ക ഗാന്ധി കൂടി UDFന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അത് സജീവ ചർച്ചയാക്കി തന്നെ LDF നിർത്തുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ ഒരു വഞ്ചകൻ എന്നായിരുന്നു PV അൻവറിനെ വിളിച്ചത്. ഇന്നും സമാനമായ രീതിയിൽ ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. പ്രജിൻ, വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്നും ഏറ്റവും പുതിയ അവിടുത്തെ രാഷ്ട്രീയ വിവരങ്ങളും രാഷ്ട്രീയ ചർച്ചകളുടെ വിശദാംശങ്ങളും നൽകിയത്.